ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കി വരികയായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ഫോറിൻ ട്രേഡ് വരെയാണ് പഠിച്ചു നിർത്തിയത്. ഇനി അതിന്റെ ബാലൻസ് ആയിട്ടുള്ള ഡെമോഗ്രഫിക് കണ്ടീഷനെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ പോപ്പുലേഷനും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡെമോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ടേം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം. ഇറ്റ്സ് അബൌട്ട് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിലെ പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ ഡെമോഗ്രഫി കണ്ടീഷൻ എങ്ങനെയായിരുന്നു, അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇന്ത്യയിലെ പോപ്പുലേഷനും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ സ്റ്റാറ്റിന്റെ ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെൻസസ് നടക്കുന്നത് 1881 അല്ലെ. 1881 നമ്മൾ കുറെ ഡീറ്റെയിൽസ്, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സെൻസസ് നമ്മൾ നടത്തുകയും അങ്ങനെ കുറച്ച് ഡേറ്റ ഒക്കെ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെൻസസ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതൊരു കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെൻസസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സെൻസസ് ആയിരുന്നില്ല. അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. അപ്പം 1881 നമുക്കറിയാലോ, എല്ലാ വൺസ് ഇൻ 10 ഇയേഴ്സോ അല്ലെ, എല്ലാ 10 വർഷത്തിലും ഒരിക്കലും നമുക്ക് സെൻസസ് നടത്തണം എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. ഇപ്പം 2021 നടക്കേണ്ടതായിരുന്നു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോ 2026 നടത്താനായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ 2027 ഇനി നടക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോ എല്ലാ 10 വർഷത്തിലും ഒരിക്കലും നമ്മൾ നടത്തുന്ന ഒരു ചടങ്ങാണ് ഈ സെൻസസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ സെൻസസിന്റെ കണക്കുകൾ പ്രകാരം നമ്മൾ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, നമുക്ക് 1921 മുൻപുള്ള കാര്യം നമുക്ക് പറയാം. 1921 മുൻപ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷനിലായിരുന്നു. ഈ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ, നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം പഠിച്ചിട്ടില്ലല്ലോ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മാറ്റമല്ലേടേ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. അപ്പം ഡെമോഗ്രഫിക് ട്രാൻസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പോപ്പുലേഷൻ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് ആണ്. അത് ചെറിയ ചേഞ്ച് അല്ല, ട്രമൻഡസ് ആയിട്ടുള്ള അല്ലെ, വലിയ രീതിയിലുള്ള ആ ഒരു മാറ്റമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1921 മുൻപ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ്, അതിന്റെ ഒരു രണ്ടാം ഘട്ടം നമുക്ക് കാണാൻ പറ്റുന്നത് 1921 കേട്ടോ. അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് പിന്നീട് തുടങ്ങുന്നത് 1921 ശേഷമാണ്. അപ്പൊ 1921 മുൻപ് ആദ്യത്തെ ഘട്ടവും 1921 ശേഷം ഒരു രണ്ടാമത്തെ ഘട്ടവും നടന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ എന്തിന്റെ ഘട്ടമാണ് ഞാൻ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ അല്ലെ. നമ്മുടെ പോപ്പുലേഷനിൽ വന്നിട്ടുള്ള വലിയ തരത്തിലുള്ള മാറ്റങ്ങളെയാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ പോപ്പുലേഷൻ റേറ്റ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു സമയത്ത് നമ്മുടെ പോപ്പുലേഷൻ റേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര കൂടി നിന്നിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ആഹാ അപ്പൊ അന്നത്തെ കാലമായിരുന്നല്ലേ നല്ലത്, ഇപ്പൊ എന്തൊരു പോപ്പുലേഷനാ എന്നൊന്നും വിചാരിക്കണ്ട. അന്ന് എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ കുറഞ്ഞത് എന്നുള്ളതിന്റെ റീസൺസ് നമ്മൾ ഇനി പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ കാലത്ത് പോപ്പുലേഷൻ കൂടിയിരുന്നത് അല്ലെ കുറഞ്ഞിരുന്നത് നന്നായോ ചീത്തയായോ എന്നൊക്കെ. ഓക്കെ, അപ്പം 1921 മുൻപുള്ളതിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്നും അതിനുശേഷമുള്ളതിനെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ എന്നുമാണ്, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മള് സാക്ഷരതാ നിരക്ക് അല്ലെ, കേരളത്തിലാണ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് സാക്ഷരത ലിറ്ററസി റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് അളക്കാൻ പലതരത്തിലുള്ള റേറ്റുകൾ ഉണ്ട്. പോവർട്ടി അളക്കാൻ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സുകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അന്നത്തെ കാലത്തും ഇതുപോലെ നമുക്ക് ആ ഒരു സാമൂഹിക ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചില സൂചകങ്ങൾ നമ്മൾ യൂസ് ചെയ്തിരുന്നു. പക്ഷേ അവയൊക്കെ എത്രമാത്രം നല്ലതായിരുന്നു അല്ലെങ്കിൽ അവ തന്നിരുന്ന റിസൾട്ട് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അത്ര തൃപ്തികരമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതൊന്നും അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കണം എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക്
അവിടുത്തെ ലിറ്ററസി റേറ്റ് കേട്ടോ, ലിറ്ററസി റേറ്റിനെ കുറിച്ചിട്ട് നോക്കാം. അവിടുത്തെ ലിറ്ററസി റേറ്റ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ലിറ്ററസി റേറ്റ് ഇതാണ്, ഞാനിവിടെ ലിറ്ററസി റേറ്റ് എന്ന് എഴുതാം. അവിടുത്തെ ലിറ്ററസി റേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ ലിറ്ററസി റേറ്റ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ലെസ് ദാൻ 16 ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അതായത് 16% കുറവായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, 16% കുറവായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ അന്നത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് അന്നത്തെ. ഓക്കെ, അതുപോലെ തന്നെ സ്ത്രീകളൊന്നും വിദ്യാഭ്യാസം ഇല്ലെന്ന് തന്നെ പറയാം കൂടുതൽ പേർക്കും. എന്നാലും ഫീമെയിലിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 7% ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ലിറ്ററസി റേറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ലിറ്ററസി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ലെസ് ദാൻ 16%. ഇനി വിമന്റെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7%-ഓളമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഈ ലിറ്ററസി റേറ്റ് കുറഞ്ഞെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. കാരണം അന്നത്തെ കാലത്ത് ഒരു സ്കൂള് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമുക്ക് മിനിമം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കിയപ്പം നമുക്ക് അറിയാല്ലേ ബ്രിട്ടീഷുകാർ അതിനു വേണ്ടിയും വലുതായിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കും. സോ ലിറ്ററസി റേറ്റ് 16%-ൽ താഴെയായിരുന്നു. ഇനി ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 7% എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് അതെങ്ങനെയായിരിക്കും, നിങ്ങൾ തന്നെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞേ. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് നമുക്കിപ്പോ ഈ PHCകൾ പോലത്തുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അന്നത്തെ ഒരു പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും വളരെ മോശമായിരിക്കും അല്ലെ, എന്താ സംശയം അല്ലെ? അപ്പൊ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ ഭയങ്കര മോശമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. കാരണം ആ സമയത്തൊക്കെ ഒരുപാട് അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ മേ ബി വേറെ എവിടെയെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ കറുത്ത മരണം അഥവാ പ്ലേഗ് പോലത്തുള്ള അസുഖങ്ങള്, എപ്പിഡമിക്സുകളൊക്കെ, അതായത് കോളറ പോലത്തുള്ള വാട്ടർ എയർബോൺ ഡിസീസുകളൊക്കെ അന്ന് ശരിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു ആശ്ചര്യം ഇല്ല അല്ലേ. കാരണം ബെറ്റർ ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തുള്ള അസുഖങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്ക് എന്ത് ചെയ്യും? വളരെ കൂടുതലായിരിക്കും. അതിനകത്ത് എന്താ സംശയം അല്ലെ? മരണനിരക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അന്നത്തെ കാലത്ത് മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മരണനിരക്കാണ് കേട്ടോ. മരണനിരക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഇനി അടുത്തതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതെന്താണ് ഇൻഫന്റ്? ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ശിശുവാണ് അല്ലെ. അപ്പൊ ശിശു മരണനിരക്കും അതുപോലെ തന്നെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം വലിയ ആൾക്കാർ മാത്രമല്ല മരിച്ചുകൊണ്ടിരുന്നത്, ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെ, വെറും എന്താണ് 5 വയസ്സ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും. സോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ ആ ഒരു റേഞ്ച് കൂടെ ഒന്ന് പഠിച്ചോണേ. അതിന്റെ ഒരു റേഞ്ച് കൂടെ നിങ്ങൾ പഠിച്ചോണം. 218/1000 ആണ് കേട്ടോ. 218, അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിനകത്ത് 218 കുട്ടികൾ മരിച്ചു പോകുന്ന കുട്ടികൾ എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ശിശുവാണ് കേട്ടോ. ജനിച്ച കുട്ടികളാണ്, ലൈവ് ബർത്തുകൾ. അപ്പം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ജീവനുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 218 per 1000 എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ കണക്ക് വരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്ക് അറിയാവോടെ? ഇപ്പൊ നമുക്ക് എത്ര ആണ് ഈ പറയുന്ന റേറ്റ് എന്നറിയാവോ? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു 27, 28 വരുന്നത് കേട്ടോ. 28 per 1000 ആണ്. 28 ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എത്രമാത്രം പുരോഗമിച്ചു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. 218 നിന്ന് നമ്മളിപ്പോ 28 വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആയുർദൈർഘ്യം അല്ലെ, എത്ര നാൾ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി പറയും. ഈ ലൈഫ് എക്സ്പെക്ടൻസി അന്നത്തെ കാലത്ത്, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. വളരെ കുറവായിരുന്നു. കാരണം ആൾക്കാരൊക്കെ ഒരു 44 വയസ്സ് വരെയൊക്കെ ജീവിച്ചാലായി. 44 വയസ്സ് വരെ ജീവിച്ചാൽ തന്നെ വലിയ കാര്യം. ഓക്കെ, ഇപ്പൊ എത്രയാണെന്നറിയോടെ? ഇപ്പൊ എത്ര നമ്മള് 69 അല്ലെ, 69 വയസ്സോളം വരും. ഒരു 68, 69 തന്നെ എഴുതിക്കോളൂ. 69 വയസ്സോളം ഇപ്പൊ നമ്മള് ജീവിച്ചിരിക്കാറുണ്ട്. അപ്പൊ ഒരു ആവറേജ് ആയിട്ട് നമ്മളൊരു 70 വയസ്സൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ട് അന്ന് നമുക്ക് ഡേറ്റകൾ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റകൾ ഇല്ലായിരുന്നു.
പക്ഷെ നമുക്കറിയാം ഈ ഒരു കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇന്ത്യയിൽ തീർച്ചയായിട്ടും പോവർട്ടി അല്ലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. ഇപ്പം ഇന്ത്യയുടെ ആ ഒരു അന്നത്തെ കാലത്തെ പോപ്പുലേഷനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അൺഎംപ്ലോയ്മെന്റ് ഒക്കെ വന്നാൽ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പറയുന്ന പോവർട്ടി ദാരിദ്ര്യമൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതാണ് 1881 നമ്മൾ ആദ്യത്തെ സെൻസസ് നടത്തുന്നു. ഒരു 1921 ഒരു ബാറായിട്ട് നിങ്ങൾ വെച്ചാൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്നും രണ്ടാം ഘട്ടത്തെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്നുമാണ് വിളിക്കുന്നത്. ഈ ഒരു സമയത്ത് ലിറ്ററസി റേറ്റ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു, മരണനിരക്ക് കൂടുതലായിരുന്നു, ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ ഇല്ല, കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു, ലൈഫ് എക്സ്പെക്ടൻസിയിൽ ആയുർദൈർഘ്യം ഒക്കെ ഭയങ്കര കുറവായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് ഡെമോഗ്രഫിക് കണ്ടീഷൻ അല്ലെ. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഡെമോഗ്രഫിക് കണ്ടീഷനും അത്ര മെച്ചമൊന്നുമല്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഒക്കുപേഷണൽ സ്ട്രക്ചർ ആണ്. ഇവിടുത്തെ ഒരു എന്താണ് തൊഴിലാളികളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് നമുക്കൊന്ന് നോക്കണം. ഒക്കുപേഷണൽ സ്ട്രക്ചർ. ഒക്കുപേഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഈ കൊളോണിയൽ പീരീഡിൽ, അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പല പല സെക്ടറുകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ നമുക്ക് സംശയമില്ല അല്ലെ. പല ഇൻഡസ്ട്രികളില് പല സെക്ടറുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വീതിച്ച് കിടക്കുകയാണ് നമ്മുടെ ആ ഒരു ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവം അല്ലെ. അതായത് പല ആൾക്കാരും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിലെ മെജോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ണും പൂട്ടി പറയാം ആരാണ്, അഗ്രികൾച്ചർ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. അഗ്രികൾച്ചർ സെക്ടർ ആണ്. ഒരു 70-75% ആൾക്കാരും വർക്ക് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിലായിരുന്നു. നമ്മൾ അവിടെ 85 എന്ന് പറയുന്ന ഒരു കണക്ക് പറഞ്ഞത് ഇൻഡയറക്ട്ലിയോ ഡയറക്ട്ലിയോ ആയിട്ട് അഗ്രികൾച്ചറുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ കണക്കാണ്. ഇവിടെ കൃത്യമായിട്ട് പറയാണ് അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ കൃഷിയെ ഒരു ഉപജീവന മാർഗമാക്കി എടുത്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് കൃഷിക്കാരെന്ന് പറയുന്നത് 70-75% വരും. ഇന്ത്യയുടെ ടോട്ടലിന്റെ 70-75% വരും എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ മാനുഫാക്ചറിങ് അല്ലെ. മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡറി സെക്ടർ എന്നൊക്കെ പറയും. മാനുഫാക്ചറിങ് 10% വരുന്നത് കേട്ടോ. മാനുഫാക്ചറിങ് എത്രയാണ്? 10% വരുന്നത്. സർവീസ് സെക്ടർ വന്നിട്ട് ഏതൊക്കെ വരും? 15 തൊട്ട് 20% വരെ സർവീസ് സെക്ടർ ആണ്. ഇതിങ്ങനെ തന്നെ ഈ ഡേറ്റ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ ഡേറ്റ ഇങ്ങനെ തന്നെ പഠിക്കണം, അതിനകത്ത് യാതൊരു മടിയും വിചാരിക്കരുത്. ഒരു 70-75%, ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ആണെന്ന് അറിയാലോ. രണ്ടാം സ്ഥാനത്ത് സർവീസ് സെക്ടർ ആണ്, 15 തൊട്ട് 20% ആൾക്കാർ വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ വെറും 10% ആൾക്കാർ മാത്രമേ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോറി. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. അതായത് ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള വേരിയേഷൻ കൂടെ ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഈ റീജിയണൽ വേരിയേഷൻ എന്ന് പറയും. പ്രാദേശികമായിട്ട് ജോലിയുടെ രീതികൾ മാറുന്നൊരു ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇന്നത്തെ മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്ന സ്ഥലം, ബോംബെ, ബംഗാള്, ഇവിടൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ മാനുഫാക്ചറിങ് അതുപോലെ സർവീസ് സെക്ടർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ മറ്റേ എന്താണ് ഈ പറയുന്ന ബംഗാൾ പ്രസിഡൻസി അല്ലെ മദ്രാസ് പ്രസിഡൻസി എടുത്താൽ മതി. മദ്രാസ് പ്രസിഡൻസിയിലൊക്കെ കൂടുതലായിട്ട് ആൾക്കാര് ഈ ഇൻഡസ്ട്രികളൊക്കെ തുടങ്ങുന്നതായിട്ടും അങ്ങനത്തെ ഉള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ബോംബെയിലും ബംഗാളിലും ഒക്കെ ഏകദേശം ഇതേ ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ പറഞ്ഞു കൂടുതൽ കോട്ടൺ ടെക്സ്റ്റൈലുകൾ അതുപോലെ തന്നെ സിൽക്കിന്റെ സംഭവങ്ങൾ ഇതൊക്കെ നമ്മൾ അവിടെ തുടങ്ങുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒഡീഷ, രാജസ്ഥാൻ, പഞ്ചാബ് പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും അഗ്രികൾച്ചറിനായിരുന്നു മുൻതൂക്കം എന്നുള്ള കാര്യം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം അഗ്രികൾച്ചർ സെക്ടറിൽ ഒതുങ്ങിപ്പോയവരാണ് നമ്മുടെ ഒഡീഷ, അതുപോലെ നമ്മുടെ പഞ്ചാബ്, ഇപ്പൊ ഈ സ്ഥലങ്ങളെയൊക്കെ നോക്കിയാൽ മതി. രാജസ്ഥാൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഒതുങ്ങിപ്പോയ ആൾക്കാരാണ്. എന്നാൽ മാനുഫാക്ചറിങ് സർവീസ് സെക്ടറിൽ ഒതുങ്ങിയ ആൾക്കാരാണ് നമ്മുടെ മദ്രാസ്, അതുപോലെ ബോംബെ, പിന്നെ ബംഗാള്, ഇങ്ങനത്തെ ഉള്ള എന്താണ് അന്നത്തെ പ്രസിഡൻസികളായിരുന്നു അല്ലെ. ബോംബെ അതുപോലെ ബംഗാൾ പോലത്തെ ഉള്ള പ്രസിഡൻസികളുടെ കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഏരിയ അല്ലെ, ഓരോ സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഒഡീഷയിലോ പഞ്ചാബിലോ രാജസ്ഥാനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മദ്രാസ്, ബംഗാൾ
ബീഹാർ, മദ്രാസ്, ബംഗാള്, അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് ബോംബെ പ്രസിഡൻസി എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ്ങിനും സർവീസ് സെക്ടറുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് മെയിൻ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തതെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ നോക്കി, ഇൻഡസ്ട്രി സെക്ടർ നോക്കി, ഫോറിൻ ട്രേഡ് നോക്കി, ഡെമോഗ്രഫി കണ്ടീഷൻ ഇന്ന് നോക്കി, ഒക്കുപേഷണൽ സ്ട്രക്ചർ നോക്കി, ആൻഡ് നൗ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ബ്രിട്ടീഷുകാരോട് ഞാൻ പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാർ ചീത്ത മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊന്നും നമ്മൾ പറയാറായിട്ടില്ല. കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല റെയിൽവേ പാളങ്ങളും പോർട്ടുകളും വാട്ടർ ട്രാൻസ്പോർട്ടുകളും പോസ്റ്റും ടെലിഗ്രാഫും ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങി വെക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അയ്യോ നമ്മൾ പാവങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. പകരം അവരുടെ ചില കാര്യങ്ങൾ അല്ലെ, അവർക്ക് ഈ പറയുന്നത് പോലെ അവരുടെ പല ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റിംഗ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഓക്കെ, അല്ലാതെ നമ്മുടെ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനല്ല അവർ ട്രെയിൻ ഉണ്ടാക്കിയത്. അവർക്ക് സാധനങ്ങൾ സേവനങ്ങളും അത് ഈ പറയുന്നത് പോലെ റോ മെറ്റീരിയൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ റെയിൽവേ പോലത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ പിന്നിലുള്ള അതിന്റെ യഥാർത്ഥ കാരണം ഇതാണ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോ റോഡുകൾ അല്ലെ, റോഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ എന്താണ് ഈ എന്താണ് ആർമിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതായത് സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ ആവുന്ന സമയത്ത് ആർമിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അല്ലാത്തുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, റോഡുകളൊക്കെ കുറച്ചുകൂടെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആർമിയെ സുഖമായിട്ട് കൊണ്ടുപോകാമല്ലോ. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും തേനോ അങ്ങനത്തെ എന്തെങ്കിലും റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് ദൂരപ്രദേശത്തേക്കൊക്കെ കയറ്റി അയക്കാനൊക്കെ എളുപ്പമായിരിക്കും റോഡ് ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ റോഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. റോഡ് കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഈ പറയുന്ന പോലെ കൊളോണിയൽ ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്, അങ്ങനത്തെ ഉള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൂടുതലോ ഉണ്ടൊന്നും അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പം കാരണം ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന റോഡുകൾ, നേരത്തെ റോഡുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ മണ്ണ് വെട്ടിയിട്ട് ഇങ്ങനെ റോഡ് പോലെ അല്ലെ, അത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ച പോലെ രീതിയിലുള്ള റോഡുകൾ ആയിരുന്നില്ല. അല്ലെങ്കിൽ അതിന് ഇതിന്റെ ഒരു ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ഡെസ്റ്റിനേഷൻസിലേക്ക് പോവുക, സ്ഥലങ്ങളിൽ എത്തിച്ചേരുക, അവർക്ക് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുക, ആർമി മൊബിലൈസ് ചെയ്യുക, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഈ എന്താണ് തുറമുഖത്തിനടുത്തും അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തും ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു റോഡ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ഈ മഴക്കാലത്തൊക്കെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. അതായത് ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാല് ആൾക്കാരെ രക്ഷിക്കാനൊക്കെ റോഡില്ലാതെ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് റോഡ് പിന്നീട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബ്രിട്ടീഷുകാർ ഈ റോഡ് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം ഇതാണ് കേട്ടോ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് നമ്മുടെ എന്താണ് ഇന്ത്യക്ക് ഒരു റെയിൽവേ ലൈൻ കിട്ടി അല്ലെ. 1850 നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെ, പൂനെ ടു താനെയാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പം 1853 ആണ് കറക്റ്റ് ഡേറ്റിലെ ട്രെയിൻ ഓടുന്നത്. അപ്പം 1850 റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന റെയിൽവേ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇടിച്ചു കുലുക്കി തെറിപ്പിച്ച് കളഞ്ഞ ഒരു സംഭവമായിട്ട് നമുക്ക് പറയാം അല്ലെ. കാരണം നമ്മുടെ ഇന്ത്യൻ എക്കോണമിക്ക് അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ 1850 നമ്മുടെ റെയിൽവേ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ വരുന്നത്. അപ്പൊ അത് രണ്ട് രീതിയിലാണ് നമ്മുടെ എക്കോണമിയെ അഫക്ട് ചെയ്യുന്നത് കേട്ടോ. രണ്ട് രീതിയിലാണ് നമ്മുടെ എക്കോണമിയെ അഫക്ട് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദൂരയാത്രകൾ നടത്താം അല്ലെ. ആൾക്കാർക്ക് ദൂരയാത്രകൾ നടത്താം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പഞ്ചാബിലോട്ടോ അല്ലെ കാശ്മീരിലോട്ടോ പോകണമെങ്കിൽ എനിക്ക് ഇവിടെ ട്രെയിനുകൾ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ നടത്താൻ നമുക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ അന്നത്തെ കാലത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ ആൾക്കാർ അത് ഉപയോഗിച്ചിരുന്നത് മേ ബി അടിമകളെ ഒക്കെ കയറ്റി അയക്കാൻ അല്ലെങ്കിൽ ദൂര സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ അല്ലെ.
അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവര് യൂസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ജോഗ്രഫിക്കൽ കൾച്ചറൽ ബാരിയറുകൾ അല്ലെ, അതായത് ഇപ്പൊ ഞാൻ തമിഴ്നാട്ടുകാരനാണ്, നീ കർണാടകക്കാരനാണ്, ഞാൻ കേരളനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്ന ആ ഒരു ബാരിയർ ഉണ്ടല്ലേ, നമുക്ക് എവിടേക്കോ ഒരു തടസ്സമുണ്ട്. ഇപ്പൊ ചിലപ്പോൾ മതം പറഞ്ഞിട്ട് നമ്മൾ അടി ഉണ്ടാക്കും. അപ്പം അതൊക്കെ ഒഴിവാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അപ്പൊ ഒരു ജോഗ്രഫിക്കൽ കൾച്ചറൽ ബാരിയേഴ്സ് കൂടെ അത് ഇല്ലാതാക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഇടയ്ക്ക് എന്താണ് ഇപ്പൊ ഒരു ട്രെയിൻ യാത്രയൊക്കെ നടത്തി കഴിഞ്ഞാൽ പല ടൈപ്പ് ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ചിന്തിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിച്ചു അഗ്രികൾച്ചറിൽ കൊമേഴ്സ്യലൈസേഷൻ അല്ലെ. എന്തായിരുന്നു കൊമേഴ്സ്യലൈസേഷൻ? കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ക്രോപ്സിന് പകരം നമ്മൾ ക്യാഷ് ക്രോപ്സ് അല്ലെ, ക്യാഷ് ക്രോപ്സ് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കൊമേഴ്സ്യലൈസേഷൻ വന്നതോടുകൂടി ഈ വില്ലേജ് ഇക്കോണമിയെ നന്നായിട്ട് അത് ബാധിച്ചു അല്ലെ. അവര് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ്. പെട്ടെന്ന് വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിലോട്ട് ഇനി കഴിക്കണ്ട, നിങ്ങൾ കുറെ കോട്ടണും ജൂട്ടും എല്ലാം കൂടെ പുഴുങ്ങി തിന്നാ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ കോട്ടണും ജൂട്ടും ഒക്കെ കൃഷി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൊമേഴ്സ്യലൈസേഷൻ അല്ലെ. അപ്പൊ കൊമേഴ്സ്യലൈസേഷനെ അത് കുറച്ചുകൂടി എളുപ്പത്തിലാക്കി എന്നുള്ളത്, കാരണം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ എളുപ്പമല്ലേ. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് ദൂരപ്രദേശത്തേക്ക് പോകാം, അതുപോലെ തന്നെ കൊമേഴ്സ്യലൈസേഷൻ വാണിജ്യവൽക്കരണവും നന്നായിട്ട് നടക്കാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ട്രെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അറ്റ് എ ടൈം ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ വോളിയം കൂടി എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഞാൻ ഫിസിക്സോ കെമിസ്ട്രിയോ ഒന്നും അല്ല പഠിപ്പിക്കുന്നത്. വോളിയം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നും അല്ല, സാധനങ്ങളുടെ അളവ് കൂടി എന്നുള്ളതാണ് കേട്ടോ. സാധനങ്ങളുടെ അളവ് കൂടി, കാരണം ഇപ്പൊ അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് വോളിയം, അതായത് ഇതിന്റെ വോളിയം കൂടി എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ വോളിയം കൂടി എന്നുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും അത് പല രീതിയിൽ നമ്മളെ എല്ലാവരെയും പിന്നീട് അല്ലെ പിൽക്കാലത്ത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ഒരു എന്തെന്ന് പറയുന്നത്, ഈ ഒരു റെയിൽവേ എന്ന് പറയുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല അല്ലെ. അപ്പോ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ റെയിൽവേയുടെ കണ്ടുപിടുത്തം എത്ര മികച്ചതായല്ലേ അല്ലെ, നമ്മളിപ്പോ എങ്ങനെ പോയേനെ. അപ്പൊ ബ്രിട്ടീഷുകാരോട് അതിനൊന്ന് നന്ദി പറയാം. അപ്പൊ വോളിയം ഓഫ് ഇന്ത്യയുടെ എക്സ്പോർട്ട് അല്ലെ, എക്സ്പോർട്ട് വോളിയം അത് നന്നായിട്ട് കൂടി. പക്ഷെ അത് ഇന്ത്യക്കാരെ ബെനിഫിറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് യൂറോപ്യൻസിന് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്തു കേട്ടോ. അത് ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര ലാഭമായിരുന്നു, പക്ഷെ അത് ഇന്ത്യക്കാർക്ക് അത്രമാത്രം ലാഭമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളല്ല എന്ന് പറയേണ്ടി വരും. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം റെയിൽവേ ആയല്ലോ, റോഡ് റെയിൽവേ ആയി. ഇനി നമുക്ക് കുറച്ച് ഇൻലാൻഡ് ട്രേഡിലേക്ക് പോകാം. ഇൻലാൻഡ് ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾനാടൻ ഗതാഗതം എന്ന് പറയും അല്ലെ, ഉൾനാടൻ ഗതാഗതങ്ങളിലെ സ്ഥലങ്ങൾ. പക്ഷെ ഇതൊന്നും റെയിൽവേയുടെ കൂട്ടോ അല്ലെ റോഡിന്റെ കൂട്ടോ ഒന്നും സക്സസ് ആയില്ല കേട്ടോ. ഇത് നമ്മുടെ റെയിൽവേയുടെ റോഡിന്റെ ഒന്നും കൂട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പൊ നമ്മുടെ ഒഡീഷ കോസ്റ്റില് കോസ്റ്റ് കനാൽ അല്ലെ, കോസ്റ്റ് കനാലൊക്കെ സ്ഥാപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്, പക്ഷെ ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിജയിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. വിജയിച്ചില്ല. ഇപ്പൊ കനാലൊക്കെ പണിയാറുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവിടെ പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ റെയിൽവേ റോഡും വന്നു. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഇൻലാൻഡ് ട്രേഡും സംഭവങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇൻലാൻഡ് വാട്ടർവേ, ഉൾനാടൻ ഗതാഗതങ്ങളും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കി, പക്ഷെ പാളിപ്പോയി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ അത് മാത്രമൊന്നും അല്ല, നമുക്ക് ഇലക്ട്രിക് ടെലിഗ്രാഫ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, പോസ്റ്റൽ സർവീസുകൾ, ഇങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി അത് പഠിക്കും, ഫർദർ ചാപ്റ്ററുകളിലൊക്കെ പഠിക്കും. ഇങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബ്രിട്ടീഷുകാർ തന്നിട്ടുണ്ട് കേട്ടോ. അവരെ പൂർണ്ണമായിട്ട് അങ്ങ് കൊള്ളത്തിലിടാന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയാൻ വരട്ടെ. ഇങ്ങനെ കുറച്ച് ഗുണങ്ങൾ അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിലും ഈ പറയുന്നത് പോലെ കുറച്ച് നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഒക്കുപേഷണൽ സ്ട്രക്ചർ, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഫോറിൻ ട്രേഡ്, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്ത് സംഭവിച്ചു, അഗ്രികൾച്ചർ സെക്ടറിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ശേഷം എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ അറിയാലോ, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇൻഡസ്ട്രിയിലാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റും മറ്റു പ്രശ്നങ്ങളും, പിന്നെ ഓരോരോ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ഈ ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിച്ചിട്ട് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു, ഹാപ്പി ലേണിംഗ്.